ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കിച്ചണിൽ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാനായിട്ട് ശ്രമിക്കണം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിൽ ആദ്യത്തെ ടിപ്പ്, നമ്മൾ ചായ എടുക്കുന്ന ഗ്ലാസ് ഇതുപോലെ അതിൻ്റെ നിറമെല്ലാം ഒന്ന് മങ്ങി അതിൻ്റെ കളറാകെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെ നല്ല വെട്ടിത്തിളങ്ങുന്ന നല്ല പുതുപുത്തൻ ഗ്ലാസ്സാക്കി മാറ്റാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഓർക്കാപ്പുളിയാണ് കേട്ടോ. ഇതിന് ചില ഭാഗങ്ങളിൽ ഇരമ്പുളി എന്ന് പറയും. ഇപ്പോൾ ഓർക്കാപ്പുളി പുതിയതായിട്ട് ഉണ്ടാവുന്നുള്ളൂ. ആദ്യം ഉണ്ടായതൊക്കെ ഒന്ന് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ചൊക്കെ പഴുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സി ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മുടെ ഗ്ലാസ്സിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഇതിൻ്റെ താഴെ ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് തേക്കാനായിട്ട് ഞാനൊരു പഴയ ബ്രഷ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. എല്ലാ ഭാഗത്തും ഒരുപോലെ നന്നായിട്ടൊന്ന് തേച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിന് ഇങ്ങനെ ഒരു 5 മിനിറ്റ് വെക്കാം കേട്ടോ. അപ്പോൾ ഇനി ചായയോ കോഫിയോ ഒക്കെ എടുക്കുന്ന ഗ്ലാസ് ഇതുപോലെ നിറം മങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊന്ന് കഴുകി കാണിച്ചു തരാം. ഇതാ കണ്ടില്ല, നമ്മുടെ ഗ്ലാസ് നല്ല പുതുപുത്തനായിട്ട് നല്ല തിളങ്ങുന്ന ഗ്ലാസ്സായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇതിന് മുൻപ് ഞാൻ അലുമിനിയം പാത്രങ്ങളിലൊക്കെ ഇതുപോലെ കറ പിടിച്ചാൽ അത് കളയുന്നതിൻ്റെ ഒരു ടിപ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇപ്പോൾ നമ്മുടെ ഈ ഗ്ലാസ് കണ്ടാൽ ആരെങ്കിലും പറയുക അത്രയും കറ പിടിച്ച ഗ്ലാസ് ആയിരുന്നു എന്ന്. നല്ല പുതുപുത്തനായിട്ട് മാറിയിട്ടില്ലേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഇനി ആ ഓർക്കാപ്പുളി അടിച്ചതിൻ്റെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിലെ മീൻ മണം ഒന്ന് പോകാനായിട്ട് അത് നമ്മുടെ കയ്യിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ മീൻ മണം ഒന്ന് പോയി കിട്ടിക്കോളും. നമ്മളെല്ലാ ദിവസവും ഇതുപോലെ ഓർക്കാപ്പുളി ഒന്നും അടിക്കില്ല. അതിന് പകരം നമുക്ക് വാളൻപുളി കറിക്കൊക്കെ ഉപയോഗിക്കുന്ന പുളി ഒന്ന് വെള്ളത്തിൽ വെച്ചതിന് ശേഷം ആ വെള്ളം കൊണ്ട് കൈ കഴുകിയിട്ട് സോപ്പിട്ട് കഴുകിയാലും മതി. അപ്പോൾ നമ്മുടെ കൈയിൻ്റെ മണം പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. നമുക്ക് പെട്ടെന്ന് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാനൊക്കെ ഉള്ള സമയത്ത് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത്. ഇനി അടുത്ത ടിപ്പ് നോക്കാം. ഇതുപോലെ നമ്മുടെ മിക്സി ജാറിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, താഴെ ഭാഗം, അതെങ്ങനെ നല്ല ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്നതെന്ന് നോക്കാം. എത്ര അഴുക്ക് പിടിച്ച മിക്സി ജാറിൻ്റെ ബാക്ക് സൈഡ് ആണെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. ഇതിലേക്കൊരു 3/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ജാറിന് അത്രയ്ക്ക് അങ്ങനെ അഴുക്കൊന്നും പിടിച്ചിട്ടില്ല. എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു 3/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ആ സ്പൂൺ വെച്ചിട്ട് തന്നെ എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് സുർക്കയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ സുർക്കയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ നന്നായിട്ട് പതഞ്ഞു വരുന്നത്. അങ്ങനെ 2 ടേബിൾ സ്പൂൺ സുർക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് വെക്കാം. എന്നിട്ട് ഒരു ബ്രഷ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകി കളഞ്ഞാൽ നമ്മുടെ മിക്സി ജാറിൻ്റെ ബാക്ക് സൈഡെല്ലാം നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. ഇവിടെയൊക്കെ ഇതുപോലെ ഒരു പഴയ ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ആക്കാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അല്ലാതെ നമ്മൾ തുണിയോ അല്ലെങ്കിൽ പാത്രം കഴുകുന്ന അതൊക്കെ വെച്ചിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ക്ലീൻ ആക്കിയിട്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയില്ല. കാരണം അവിടേക്കൊന്നും നമ്മുടെ കൈ അങ്ങനെ എത്തുന്നത് കുറവായിരിക്കും. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തേച്ച് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും അഴുക്കുണ്ടായിരുന്നു ഇതിൽ. നമുക്കിത് വെള്ളം വെച്ചിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇങ്ങനെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ പാത്രം കഴുകുന്ന സാബൂനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോഴാണ് ആ സോഡപ്പൊടിയും അതുപോലെ തന്നെ സുർക്കയുടെ ആ ഇതൊക്കെ അതിൽ നിന്ന് നന്നായിട്ട് പോയി കിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മിക്സി ജാർ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് മിക്സി എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. ഇതിലിപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ തുടക്കുന്നത് കൊണ്ട് തന്നെ അധികം അഴുക്കൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ബ്രഷും അതുപോലെ തന്നെ പാത്രം കഴുകുന്ന ആ ലിക്വിഡ് ഇട്ടിട്ട് മാത്രമാണ് ഇതൊന്ന് കഴുകിയെടുക്കുന്നത്. നിങ്ങളുടേത് മിക്സി ജാറെല്ലാം ഒലിച്ച് നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് സോഡപ്പൊടിയും വിനീഗറും ഇട്ടിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് നല്ല രീതിക്ക് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇത് ലിക്വിഡ് മാത്രം ചേർത്തിട്ടാണ് കേട്ടോ ഒന്ന് കഴുകിയെടുക്കുന്നത്, വേറെ ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ ഓരോ തവണ മിക്സി ഉപയോഗിച്ച് കഴിഞ്ഞാലും ഉടനെ തന്നെ അതങ്ങ് തുടച്ച് വെച്ചാൽ എപ്പോഴും നമ്മുടെ മിക്സി അഴുക്കൊന്നും പിടിക്കാതെ നല്ല നീറ്റായിട്ടിരിക്കും. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പും ഗ്യാസ് അടുപ്പൊക്കെ തുടക്കുന്ന സമയത്ത് മിക്സിയും ഒന്ന് തുടച്ച് വെക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സി
പൊടിയൊന്നും പിടിക്കാതെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ എപ്പോഴും ഇരിക്കും. മിക്സി മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീനായാലും ചെറിയ പൊടികൾ ഇട്ട് വെക്കുന്ന ടിന്നുകളായാലും ഒക്കെ എല്ലാ ദിവസവും, ഇനി എല്ലാ ദിവസവും കഴിയില്ലെങ്കിലും 2-3 ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ ഒന്ന് തുടച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. എപ്പോഴും അതെല്ലാം നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ചാലുണ്ടാവും. അവിടെ ഞാനൊരു ഈർക്കിളി വെച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കാറ്. ഞാൻ ലിക്വിഡ് ഒഴിച്ച തുണി വെച്ചിട്ട് ഇതുപോലെ എല്ലായിടത്തും ഒന്ന് തുടച്ചെടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും നമ്മുടെ കൈ എത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ സൈഡിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ അവിടെ ആ സോപ്പ് പത എല്ലാം പോയി നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഓരോരുത്തരുടെ മിക്സി ഓരോ മോഡലായിരിക്കും. ഇത് ബട്ടർഫ്ലൈൻ്റെ മിക്സിയാണ് കേട്ടോ. ഈ ഒരു മിക്സി ഞാൻ ഉപയോഗിക്കൽ തുടങ്ങിയിട്ട് ഏകദേശം 15 വർഷത്തോളമായി. അപ്പോൾ നമ്മുടെ മിക്സിയിലെ അഴുക്കെല്ലാം പോയി നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ കോരിയും അതുപോലെ തന്നെ സ്പൂണൊക്കെ എങ്ങനെ നല്ല വെട്ടിത്തിളങ്ങുന്ന സ്പൂണാക്കി മാറ്റുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഈ സ്പൂണും കോരിയൊക്കെ കൊള്ളുന്നൊരു പാത്രത്തിലേക്ക് അതൊന്ന് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ ബൗളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നല്ലോണം ചൂടായിട്ടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം തിളക്കൽ തുടങ്ങിയ വെള്ളമാണ് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണോളം, നിങ്ങൾ എത്ര സ്പൂണും കോരിയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കണം. ബേക്കിംഗ് സോഡ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വിനീഗറും ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വെള്ളത്തിൻ്റെ ചൂടാറുന്നവരെ ഇതിങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനതിലേക്ക് ഒരു 2 സ്പൂണും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളമല്ല, നമ്മുടെ കൈ വെക്കാവുന്ന ചൂടാവുന്ന സമയത്ത് നമുക്കത് ഇതിൽ നിന്ന് എടുക്കാം. എന്നിട്ടൊരു കോട്ടൻ്റെ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പൂണെല്ലാം നല്ല തിളങ്ങുന്ന സ്പൂണായിട്ട് മാറ്റാനായിട്ട് പറ്റും. ആ വെള്ളത്തിൻ്റെ ചൂടാറിയതിന് ശേഷം നമ്മൾ അതിലെ ആ സോഡപ്പൊടിയുടെയും സുർക്കയുടെയും വെള്ളം മാറ്റിയതിന് ശേഷം നല്ല വെള്ളത്തിലൊന്ന് ഇട്ടിട്ട് കഴുകിയതിന് ശേഷം നമ്മളിത് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ സ്പൂണും കോരിയും എല്ലാം നല്ല വെട്ടി തിളങ്ങുന്ന ഇതായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമുക്കിന്ന് കുറച്ച് നല്ല ഫ്രഷ് പുഴമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. കത്തി വെച്ചിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് കത്രിക വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഈ ചിളക്കയും ഒക്കെ ഒന്ന് മാറ്റാനായിട്ട് പറ്റും. പിന്നെ വേറൊരു ടിപ്പ്, നമ്മൾ ഇതുപോലുള്ള വഴുവഴുപ്പുള്ള മീനൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് കയ്യിലത് പിടിക്കാനായിട്ട് കിട്ടില്ല. അങ്ങനെയുള്ള സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്താൽ ആ വഴുവഴുപ്പൊന്ന് മാറി നമുക്ക് മീൻ നല്ല രീതിക്ക് തന്നെ കയ്യിൽ പിടിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് കത്രിക വെച്ചിട്ട് മീൻ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ അതിൻ്റെ ചിറകും മറ്റൊന്ന് വെട്ടിയതിന് ശേഷം ആ കത്രിക വെച്ചിട്ട് തന്നെ അതിൻ്റെ ഈ പുറമേയുള്ള ആ ചെളുക്കാന്നാട്ടോ ഇവിടെ പറയാം, അതൊന്ന് നീക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മീൻ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. എനിക്ക് കത്തി വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് ഇതുപോലെ കത്രിക വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെയും കത്രിക വെച്ചിട്ട് ഇങ്ങനെ മീൻ കട്ട് ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കണം. അങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ കത്രിക വെച്ചിട്ട് ഞാൻ നമ്മുടെ എല്ലാ മീനും ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പൊരിച്ച് കഴിക്കാം. അടുത്ത ടിപ്പ് നോക്കിയാലോ. ഇനി നമ്മളെപ്പോഴും അടുക്കളയിൽ ഉപയോഗിക്കുന്നതാണ്, കോരാനും ഇളക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇതുപോലുള്ള മരത്തിൻ്റെ കോരികൾ. ഇതെങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇത് നല്ല മുങ്ങിക്കിടക്കുന്നൊരു കോപ്പയിലേക്കോ അല്ലെങ്കിൽ കുഴിയുള്ളൊരു പാത്രത്തിലേക്കോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മൂടി നിൽക്കാൻ പാകത്തിന് നന്നായിട്ട് തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി അതിലേക്ക് വേറെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇതിങ്ങനെ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് വെച്ചാൽ നമ്മുടെ ഇതിൽ അഴുക്ക് പിടിച്ചതും അതുപോലെ തന്നെ അതിലുള്ള നെയ്യ്, എണ്ണ എല്ലാം ഈ വെള്ളത്തിലേക്ക് അതിൽ നിന്ന് ഇറങ്ങി വരും. അങ്ങനെ ആ വെള്ളത്തിലൊരു 4-5 മിനിറ്റോളം ഇട്ട് വെച്ചതിന് ശേഷം നല്ല വെള്ളത്തിൽ ഇതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മളിത് എടുത്ത് വെക്കേണ്ടത്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പൂപ്പൽ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം
നമുക്കിതിലൊരു കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവിയതിന് ശേഷം നമുക്ക് എല്ലാ മരത്തിൻ്റെ കോരിയിലും സ്പൂണിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് നല്ലൊരു ഷൈനിങ്ങും കിട്ടും. ഇതിൽ പൂപ്പലോ ഒന്നും വരാതെ ഇരിക്കും. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന കത്രിക എല്ലാം ഒന്ന് മൂർച്ച പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് മൂർച്ച കൂട്ടിയെടുക്കുന്നതെന്ന് നോക്കാം. ഈ കത്രികയെല്ലാം ഞാൻ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ള മുട്ടത്തോടാണ്. മുട്ടത്തോട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ കത്രിക നല്ലതായിട്ട് മൂർച്ച കൂടി വരും കേട്ടോ. ഇനി കട്ട് ചെയ്ത മുട്ടത്തോട് നമുക്ക് നമ്മുടെ എന്തെങ്കിലും ചെടികൾക്കൊക്കെ ഇട്ട് കൊടുത്താൽ അതിനും വളമയായിട്ടും മാറും. അപ്പോൾ ഇനി മൂർച്ച പോയ കത്രികയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു മുട്ടത്തോട് എടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ നന്നായിട്ട് മൂർച്ച കിട്ടിക്കോളും കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ ചെടികൾക്കോ എന്തിനെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചട്ടിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ താഴെ കാണുന്ന മുമ്പ് ഞാൻ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. എല്ലാം ഞാൻ ചെയ്തു നോക്കിയ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് എഴുതാൻ മറക്കരുത്. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ടിപ്സൊക്കെ ഒന്ന് കമൻ്റായിട്ട് എഴുതാന്നുണ്ടെങ്കിൽ എനിക്കും അത് വളരെ പ്രയോജനപ്പെടും കേട്ടോ. ഇതിനു മുൻപ് ഞാൻ ഇതുപോലുള്ള ടിപ്സുകളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.